പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തി കോൺഗ്രസ് എം പി ശശി തരൂർ. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാന ആസ്തിയാണെന്ന് ദേശീയ മാധ്യമത്തിൽ തരൂരിന്റെ ലേഖനം. വിദേശ നയതന്ത്രത്തിലെ മോദിയുടെ പരാജയം ചൂണ്ടിക്കാട്ടി സോണിയാഗാന്ധി രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് തരൂരിന്റെ മോദി സ്തുതി. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളുടെ വ്യത്യസ്ത ലേഖനം പങ്കുവച്ച ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി പാർട്ടിക്കുള്ളിലെ ഭിന്നത തുറന്നുകാട്ടി. ദി ഹിന്ദുവിലെ ലേഖനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രകീർത്തിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും എം പിയുമായ ശശി തരൂർ രംഗത്തെത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറും വിദേശ പര്യടനവും വിവരിച്ച തരൂർ മോദിയുടെ ഊർജവും ചലനാത്മകതയും ഇന്ത്യയുടെ പ്രധാന ആസ്തിയാണെന്ന് പുകഴ്ത്തി. ഐക്യത്തിന്റെ ശക്തി, ആശയവിനിമയത്തിന്റെ കരുത്ത് എന്നിവയിൽ മോദി ബഹുദൂരം മുന്നിലാണെന്ന് തരൂർ ലേഖനത്തിൽ പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണുമായ സോണിയാഗാന്ധി വിദേശ നയതന്ത്രത്തിലെ മോദിയുടെ പരാജയത്തെ രൂക്ഷമായി വിമർശിച്ച് ദി ഹിന്ദുവിൽ ലേഖനമെഴുതിയത്. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ തുടരുന്ന യുദ്ധവെറിയിൽ നരേന്ദ്രമോദി മൗനം തുടരുകയാണെന്നും രാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള പ്രതിബദ്ധത മോദി ഉപേക്ഷിച്ചിരിക്കുകയാണെന്നും ലേഖനത്തിൽ സോണിയാഗാന്ധി വിമർശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ശശി തരൂരിന്റെ മോദി സ്തുതി. ഇരു നേതാക്കളുടെയും ലേഖനം പങ്കുവച്ചുകൊണ്ട് രാജ്യസഭാ എം പി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഭിന്നത തുറന്നുകാട്ടി. ഹിന്ദുവിൽ ഒരേ പേജിൽ വ്യത്യസ്ത തീയതികളിൽ പ്രസിദ്ധീകരിച്ച 2 ലേഖനങ്ങൾ എന്ന് തുടങ്ങുന്ന കുറിപ്പോടെയാണ് ബ്രിട്ടാസ് എം പി എക്സിൽ ട്വീറ്റ് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തരൂരിന്റെ ലേഖനം പങ്കുവച്ച അസാധാരണ നടപടിയെയും എം പി പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചു. കോൺഗ്രസ് പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായ പ്രസ്താവനകൾ ആവർത്തിക്കുന്ന തരൂരിനെതിരെ കോൺഗ്രസിനിടയിൽ കടുത്ത അതൃപ്തി തുടരുകയാണ്. അതേസമയം ഇതിനെതിരെ പരസ്യ വിമർശനത്തിന് നേതൃത്വം തയ്യാറായിട്ടില്ല. കൈരളി ന്യൂസ്, ദില്ലി.